ഇപ്പോൾ ഹെയ്ബൽ നാട്ടിൻപുറത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ തുടങ്ങിയത് സയൻറ്റിഫിക് ഹിസ്റ്ററി വെച്ചിട്ടാണ്. ഏത് സമയത്താണ്, എന്തിനാണ്, ഈ ഇൻവെൻറ്റേഴ്സൊക്കെ ആരാണ്, ഇന്ത്യയുടെ ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ. വാട്ട് ഈസ് യുവർ ആസ്പിറേഷൻ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എഡ്യൂക്കേഷനിൽ സ്കൂളിംഗ് എങ്ങനെയൊക്കെ ആവണം എന്നൊക്കെയാണ് ഹൈബൽ ആഗ്രഹിക്കുന്നത്. പഠനം മാത്രം കാര്യമല്ല. ഇപ്പോൾ ഐസ്ക്രീം പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഐസ്ക്രീം നിലത്ത് വീണാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയുന്നേക്ക എൻ്റെ 2 കാല് പോയി, പക്ഷേ ഞാൻ സ്റ്റില്ല് ഇവിടെ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് വന്നു. നിലവിൽ കാണുന്ന സ്കൂൾ സംവിധാനം അധിക കാലത്തെ ചരിത്രമൊന്നുമില്ല. ഒരു 200-250 വർഷക്കാലങ്ങൾക്ക് മുൻപ് മക്തബ്സ്, പാഠശാല, ഗുരുകുൽ തുടങ്ങിയ വ്യത്യസ്ത മോഡലാണ് സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരുന്നില്ല, പിന്നീടാണ് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്കൊരു 200 വർഷമായിട്ട് ഒരേ രീതിയിലുള്ള സംവിധാനം. സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യൂണിഫോം, ബെല്ല് റിങ് ചെയ്യുന്നത്, ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ അനുസരിച്ച് വരുന്നത്, സ്കൂൾ അസംബ്ലി, അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. ഇത് ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തും ലോകത്തെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അതേ സമയത്ത് മറ്റു പലയിടങ്ങളിലും വെസ്റ്റേൺ കൺട്രീസിൽ, US പ്രത്യേകിച്ച് ഹോം സ്കൂളിംഗ് സംവിധാനം വളരെ സജീവമായി വന്നിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ല. നമ്മുടെ ഒപ്പം ഇന്ന് ചേരുന്നത് നാട്ടിൻപുറത്ത് പഠിച്ച് വലുതായ സ്കൂള്, ഹൈസ്കൂൾ വരെ അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ച, അതേസമയത്ത് സ്കൂളിനോട് വിമുഖത കാണിക്കുകയും സ്വന്തം പഠിക്കുന്നതിനോട് സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിലേക്ക് താല്പര്യം കാണിക്കുകയും അങ്ങനെ സ്വന്തമായി ഹോം സ്കൂളിലേക്ക് താല്പര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മാസ്റ്റർ ഹെയ്ബിലാണ്. ഹേബിൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹേബിളിൻ്റേതായിട്ടുള്ള ഒരിടം ഹോം സ്കൂൾ രംഗത്ത് കാണിച്ചിട്ടുണ്ട്. അതിന് യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വലിയ ഗ്രാൻഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയപ്പെട്ട ഒരു മാസ്റ്റർ ആയിട്ടാണ് മാസ്റ്റർ ഹേബിൾ നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ഹേബിൾ. ഇപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ സ്കൂൾ രംഗത്ത് ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഹോം സ്കൂളിന് വലിയ പ്രാധാന്യമുണ്ട്. ഹോം സ്കൂളിൻ്റെ പ്രത്യേകത സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്. ഇപ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്, സെൽഫ് കൺട്രോൾഡ് ആണ്. നമ്മുടെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകാം, ഇഷ്ടമുള്ള താല്പര്യമുള്ള വിഷയത്തിനനുസരിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം, അങ്ങനെ സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹെയ്ബിൾ നാട്ടിൻപുറത്ത് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സെൽഫായിട്ട് സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ഇത് സെൽഫ് ലേണിംഗ് തുടങ്ങിയ സമയത്ത് അധികം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. ഈ ഗ്രാൻഡ് കിട്ടിയതിൻ്റെ ശേഷമാണ് അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രഷറുള്ളൊരു സംഭവം വന്നത്. അതിൻ്റെ മുന്നേ ഞാൻ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടമുള്ളതായിരുന്നു പഠിച്ചത്. നമുക്ക് ഒരു രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും തോന്നും, അപ്പോൾ അതെടുത്ത് പഠിക്കുക, മനസ്സിലായില്ലേ? പക്ഷെങ്കിൽ ഗ്രാൻഡ് കിട്ടിയതിൻ്റെ ശേഷമാണ് ഈ ഹോം സ്കൂളിംഗ് ഒക്കെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇപ്പോൾ നമുക്കൊരു ഇതായി, എല്ലാവരും ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. പക്ഷെങ്കിൽ തുടങ്ങുന്ന സമയത്ത് പ്രൊഫഷണലി ഹോം സ്കൂളിംഗ് എടുക്കണം എന്നോ അല്ലെങ്കിൽ ആക്കഡമിക് റൗട്ട് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലിരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെങ്കിൽ ഡെവലപ്പായി ഇവിടെ എത്തിയതാണ്. പക്ഷെങ്കിൽ ഓരോ സ്റ്റുഡൻസിനും ഓരോ ഇഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ ട്രഡീഷണൽ സ്കൂളിംഗ് കുറേ കാലം പഠിച്ചു. അത് മാറ്റിയതിൻ്റെ ശേഷം ഹോം സ്കൂളിംഗ് ആയി. ഹോം സ്കൂളിംഗ് ആണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹോം സ്കൂളിംഗ് ആണ്. പക്ഷെങ്കിൽ ട്രഡീഷണൽ സ്കൂളിംഗ് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ടാവും, ഹോം സ്കൂളിംഗ് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ടാവും. കുറേ ന്യൂവാൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ അത് രണ്ടും പഠിച്ചു. എനിക്കിഷ്ടപ്പെട്ടത് ഹോം സ്കൂളിംഗ് ആണ്. കാരണം സർട്ടൻ ഫ്രീഡംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഹോം സ്കൂളിൽ പ്രത്യേകം ഒരു ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങൾ എന്താ തോന്നിയിരിക്കുന്നത്? വാട്ട് ഡ്രിവൺ ടുവേർഡ്സ് ഓഫ് ഹോം സ്കൂളിംഗ്? ഞാൻ ഹോം സ്കൂളിംഗ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ രാവിലെ എണീച്ചിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവം വായിക്കണം, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവം ചെയ്യണം. അത് നമുക്ക് ട്രഡീഷണൽ സ്കൂളിങ്ങിൽ പറ്റില്ല. നമ്മൾ സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് പീരീഡിൽ ഇപ്പം മലയാളമായിരിക്കും, നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും പഠിക്കേണ്ടത്. ഫസ്റ്റ് പീരീഡ് ചിലപ്പം IT ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സോഷ്യൽ സയൻസ് ആയിരിക്കും. പക്ഷെ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള സമയത്ത് കോഴ്സ് ഓപ്പൺ ചെയ്യാം, നമുക്കിഷ്ടമുള്ള സമയത്ത് ടീച്ചർമാരായിട്ട് എൻഗേജ് ചെയ്യാം. അതാണ് ഞാൻ ഹോം സ്കൂളിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. ഓൾറൈറ്റ്. സോ വാട്ട് ആർ ദ ഏരിയ ഓഫ് യുവർ ഇൻട്രസ്റ്റ്? ഇഷ്ടപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്?
ഞാൻ ഫിസിക്സ് വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടിയും വേറെ കാര്യങ്ങളെക്കാട്ടും ഇഷ്ടം പൊളിറ്റിക്സും ഹിസ്റ്ററിയുമാണ്. അതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് പൊളിറ്റിക്കൽ സയൻസ് വെച്ചിട്ടല്ല. ഞാൻ തുടങ്ങിയത് സയൻറ്റിഫിക് ഹിസ്റ്ററി വെച്ചിട്ടാണ്. നമ്മളിങ്ങനെ ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ ഏത് സമയത്താണ്, എന്തിനാണ്, ഈ ഇൻവെൻറ്റേഴ്സൊക്കെ ആരാണ്, ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ആരാണ്, എപ്പോഴാണ്, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഹിസ്റ്ററി തുടങ്ങിയത്. അപ്പോൾ ഹിസ്റ്ററി ഇങ്ങനെ തുടങ്ങി അവസാനം പൊളിറ്റിക്സിലൂടെ ഫിസിക്സിലൂടെ ഹിസ്റ്ററിയിലെത്തി അല്ലേ? അതെ, ഹിസ്റ്ററിയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് എത്തി. അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇന്ത്യയുടെ ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നാച്ചുറലി എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും ഇതൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും ഇൻട്രസ്റ്റ് പൊളിറ്റിക്സും ഹിസ്റ്ററി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേറെ സംഭവങ്ങളെക്കാട്ടും ഇതാണ് ഇഷ്ടം. അതിന് കാരണങ്ങളുണ്ട്, പക്ഷേ എങ്കിൽ എക്സാക്ട്ലി പറയാൻ But when you started engaging with the physics was the first drive, right? Then automatically you've moved into history and political science, right? അപ്പോൾ ഒരു തീമിലൂടെ എൻഗേജ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ അതിൽ നിന്ന് അടുത്തതിലേക്ക് കൂടുതൽ അന്വേഷിച്ച് ചെന്നെത്തിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ദാറ്റ്സ് ഓഫ് കോഴ്സ് ഇസ് എ ഡ്രൈവ്. സോ ഇതിനെ നമ്മൾ പറയാറുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ, ഞാനിപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ പറയും ക്യൂരിയോസിറ്റി ഡ്രിവൺ ലേണിംഗ് എന്ന് പറയും. ഇപ്പോൾ അറിവ് അന്വേഷണാത്മകമായി നോക്കിക്കാണുകയും ആ അന്വേഷണ ത്വരത നമ്മൾ ലീഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ നമ്മൾ സജീവമായിട്ട് നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവും. ഒരു ലേണറുടെ നല്ലൊരു പങ്കാളിത്തം കാര്യം നമ്മളതൊരു എൻക്വയറാണ്, അന്വേഷകനാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയാണ് ഹേബിലെടുത്ത് കാണുന്നത് അല്ലേ? ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടെത്തിയിരുന്നതിൽ പിന്നാലെ പോയപ്പോഴാണ് ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ? There is a famous quote on Albert Einstein: imagination is more important than knowledge. How do you see into it? At least in my opinion, it is the most important thing. Imagination എന്ന് പറഞ്ഞാൽ, ഇമാജിനേഷൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടർ സ്കില്ലാണ്. നമ്മളത് ഒരു 2 മണിക്കൂറും ഇച്ചിരി ഫോക്കസ് ഉള്ള ആൾക്കാർക്ക് മാത്സ് പഠിക്കാം. പക്ഷെങ്കിൽ കോൺസെപ്ച്വൽ ഫിസിക്സ് എന്നൊക്കെ പറയും. അത് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഭാഗങ്ങൾ, അത് നമുക്ക് പഠിക്കണമെങ്കിൽ ഇമാജിനേഷൻ വേണം. എൻജിനീയറിങ്ങിൽ, ഫിസിക്സിൽ, ഓൾമോസ്റ്റ് എല്ലാ സയൻറ്റിഫിക് മേഖലകളിലും ഈ ഒരു സംഭവമാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് നേർച്ചർ ചെയ്യണം. ചെറിയ പ്രായം മുതലേ നേർച്ചർ ചെയ്യണം. എനിക്കത് സ്പെഷ്യലായിട്ടില്ല. ഞാൻ ഇപ്പോൾ നേർച്ചർ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ സ്പെസിഫിക് ആയിട്ടത് പഠിക്കണം. അതിനുള്ള അതിനാവശ്യമായിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ കൺസ്യൂം ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ വായിക്കല്ല, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഫോളോ ചെയ്യണം ഈ ഒരു സംഭവം കിട്ടാൻ. എനിക്കത് വെരി ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെ കുട്ടികൾ, ചെറിയ പ്രായമുള്ള കുട്ടികൾ ഇമാജിനേഷൻ നെർച്ചർ ചെയ്യണം. വലുതാകുമ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള മേഖല ചൂസ് ചെയ്യണം. നമ്മളെപ്പോഴുള്ള ഒരു റിജിഡ് സ്ട്രക്ചർ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഇമാജിനേഷൻ സങ്കല്പമാണല്ലോ, സങ്കല്പിക്കുകയാണ്, സാങ്കല്പിക ലോകമാണ്. ഇപ്പോൾ സാങ്കല്പികമായിട്ട് കാണുന്നതിനെ അതിനെ പിന്നീട് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരിക. ഒരു സമയത്ത് സാങ്കല്പികമാണ്, പിന്നീട് അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ്സ് ദ ബ്യൂട്ടി അല്ലേ? അതെ അതെ. നമ്മൾ ഇപ്പോൾ മീനിയൽ വർക്കുകളൊക്കെ ചെയ്താൽ വെരി സിമ്പിളാണ്. ഫാക്ടറിയിൽ പോകാൻ പറ്റും, നമുക്ക് സർവീസ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇമാജിനേഷൻ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഹൈ പേ പണികളാണ്. ഇപ്പോൾ നമ്മളെ അമ്മമാരൊക്കെ ഡോക്ടറാകാൻ പറയും, മനസ്സിലായില്ലേ, ലോയർ ആകാൻ പറയും. ഈ ഹൈ സ്കിൽ ജോബുകളാണ് ഇപ്പോൾ ലോകത്തിന് ആവശ്യം. നമ്മളെ വെസ്റ്റേൺ കൺട്രീസിലിപ്പോൾ ഹൈ സ്കിൽ ലേബറാണ് ആവശ്യം. ലോ സ്കിൽ കൊടുക്കുന്ന ഇമിഗ്രൻസിനൊക്കെ വില നിരോധിച്ചു. നിരോധിക്കാനുള്ള സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കേരളത്തിലും ബാംഗ്ലൂരും ഒക്കെ ഹൈ സ്കിൽ ലേബറാണ് ആവശ്യം. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ നെർച്ചർ ചെയ്യേണ്ട ഇമാജിനേഷനാണ്. അതുമാത്രമല്ല, നമുക്കൊരു മെൻ്റലി ഹാപ്പിയായി നിൽക്കാനും നമുക്ക് ക്യൂരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കാനും അതിനൊക്കെ ഇമാജിനേഷൻ ആവശ്യമുണ്ട്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ വിംസിക്കലായിട്ടുള്ളൊരു സംഭവമാണ്, ഫണ്ണായിട്ടുള്ള സംഭവമാണ്.
നമ്മൾ ഗിവ് എൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളൊരു ഫോർമുല ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അധികം ഫണ്ണായിട്ട് നമുക്ക് തോന്നില്ല. എങ്കിൽ ആ ഇക്വേഷൻ വാക്കുകളായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് പഠിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റ് ചെയ്യും. എല്ലാവരും എക്സൈറ്റ് ചെയ്യണമെന്നല്ല, കൂടുതൽ ആൾക്കാരെ എക്സൈറ്റ് ചെയ്യും. കാരണം ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ്ലെസ് ഫോർമുല നമ്മൾ പഠിക്കണം, നമ്മൾ എഴുതണം, നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. പക്ഷെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ്റെ ബാക്ക് സ്റ്റോറി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ കഥയൊക്കെ വായിക്കും പോലെ അങ്ങനെ പഠിച്ചു പോകണം. അതാണ് ഇമാജിനേഷൻ്റെ ഇമ്പോർട്ടൻസ്. സയൻസ് അല്ലെങ്കിൽ മാത്സ് എല്ലാ ഫീൽഡുകളിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മാത്സ് എന്നൊരു സബ്ജക്റ്റ് ഏറ്റവും ഫണ്ണായിട്ട് എടുക്കുന്നൊരു ടൂളാണ് ഇമാജിനേഷൻ. ആബ്സല്യൂട്ട്ലി. ഇപ്പോൾ കഴിഞ്ഞ ഹൈബ്രിഡ് എഡ്യൂക്കേഷനിൽ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റാണ് ഹൈബ്രിഡ് ഹൈവ് എന്നുള്ളത്. ആ സമയത്ത് കുട്ടികളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ അവർ ഒത്തുചേരും. അതിലൊരു സെഷനാണ് ഐഡിയേഷൻ എന്നുള്ളത് ലാസ്റ്റ് ടൈമിലുണ്ടായിരുന്നത്. ആ ഐഡിയേഷനിൽ ഗ്രൂപ്പായിട്ട് ഇവർ സാങ്കല്പികമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും. അതിലൊരു പ്രോഡക്റ്റാണ് ടെക്നോ കാർ എന്ന് എന്തൊക്കെ പറഞ്ഞൊരു പ്രോഡക്റ്റ് 4ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടാക്കിയ. എന്താ കാറിൻ്റെ പ്രത്യേകത എന്നറിയോ? അത് ദാറ്റ് ട്രാൻസ്ഫോം ഇറ്റ് സെൽഫ്. ഇപ്പോൾ വെള്ളത്തിലൂടെ പോവും, വെള്ളത്തിൻ്റെ താഴോട്ട് പോവും, കരയിലൂടെ പോവും, വായുവിലൂടെ പോവും, സ്പേസിൽ പോവും. ഇതൊരു സങ്കല്പമാണ്. ഈ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ സയൻസിനെ പിറവിയെടുക്കുന്നത്. എങ്ങനെയാണ് വെള്ളത്തിലൂടെയും വെള്ളത്തിൻ്റെ താഴിലൂടെയും ആ കരയിലൂടെയും വായുവിലൂടെയും വായുവില്ലാതെ സ്പേസിലൂടെയൊക്കെ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു വെഹിക്കിൾ രൂപീകരിക്കുക എന്നുള്ളത്. അവിടെയാണ് സയൻസ് പിറവിയെടുക്കുന്നത്. അപ്പോൾ ഇമാജിനേഷൻ ട്രാവൽ ഫസ്റ്റ്, ദെൻ സയൻസ് കം ബിഹൈൻഡ്. ബ്യൂട്ടിഫുള്ളായി പ്രസൻറ്റ് ചെയ്തു, അടിപൊളി പ്രസൻറ്റ് ചെയ്തു. ഇപ്പോൾ പറഞ്ഞ് പ്രോട്ടോടൈപ്പിലേക്ക് പ്രോസസ്സിലേക്ക് എൻഗേജ് ചെയ്തു. ഇതൊരു ഇൻവെൻഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു 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 വെഹിക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോസിബിൾ ആകുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇത് ആരാന്നറിയോ? 8 വയസ്സ് 9 വയസ്സുള്ള 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികൾ. അങ്ങനെയാണ് ഒട്ടനവധി ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ വാട്സാപ്പ് വീഡിയോ കോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഡിവൈസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വല്യപ്പാൻ്റെ അടുത്ത് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യപ്പ കണ്ണൂരായിരിക്കും, ഇവർ ദുബായിലുള്ള. സോ സച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് നോട്ട് ഓഫ് സംതിങ് പോസിബിൾ ടു തിങ്ക് ഇൻ മൈൻഡ്. അങ്ങനെയുള്ളത് ഒരു 10 വർഷം മുമ്പ് നമുക്ക് പറ്റായിരുന്നില്ല. സൂമോ അല്ലെങ്കിൽ 20 വർഷം മുമ്പ് തീരെ പറ്റായിരുന്നില്ല. ഇതിനെയാണ് സാങ്കല്പികമായി ഇപ്പോൾ കണ്ട് പിന്നീട് അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ അത് വെരി മച്ച് ഓഫ് ലൈക്ക് നോട്ട് പോസിബിൾ കൈൻഡ് ഓഫ് തിങ്. ദെൻ സയൻസ് വിൽ ഫോളോ ടു ബ്രിങ് ഇറ്റ് എസ് എ റിയാലിറ്റി. So that's the kind of ideations kids of that age group have started doing it. മറ്റൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള ടീച്ചിങ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് പുതിയ ഒരുപാട് കാര്യങ്ങൾ, ഗൈഡഡ് ഡിസ്കവറി, ഗൈഡഡ് ലേണിംഗ്, സെൽഫ് ഡിസ്കവറി, സെൽഫ് ലേണിംഗ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിറക്ഷൻ എന്നൊക്കെ ഇതിൽ ഒന്നാണ് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്. ഇപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെത്തഡോളജീസ്, പെഡഗോജി എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് സ്കൂളിലുണ്ട്, ഇന്നോവേറ്റീവ് സ്കൂൾസിൽ. അതിലൊന്നാണ് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, PBL in short form. So which engages self discovery, guided learning എന്നുള്ള അപ്രോച്ചാണ് അതിൽ ഉപയോഗിക്കുക. How do you think? How do you see into it? I would not say that project-based learning itself is a staple of higher learning, but like everything, it has its pros and cons. പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു ബേസ്ലെക്സ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 3 മാസം പഠിക്കും, ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും. നമ്മൾ പഠിച്ച കാര്യം അപ്പോൾ തന്നെ മറന്നു എക്സാമിൻ്റെ ശേഷം. ഇതാണ് റൂട്ട് മെമ്മറൈസേഷൻ എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്ലി ബെറ്ററാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ തോട്ട് എക്സ്പെരിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും ലെക്ചേഴ്സ് എഴുതുന്നതും പ്രൊജക്ട്സ് ചെയ്യുന്നതൊക്കെ കുട്ടികൾക്ക് അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള ടൂൾസ്, ഫ്യൂച്ചറിൽ അവർക്ക് മാത്രമായിട്ട് ചിന്തിക്കാനുള്ള ടൂൾസ് ഉൽപ്പാദിപ്പിക്കും. അത് ഒബ്ജക്റ്റീവ്ലി ബെറ്ററാണ് ഈ ഒരു മറ്റേ നമ്മളെ ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റത്തിനെക്കാട്ടും. അതുകൊണ്ട് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒപ്പീനിയനാണ്. Yep, the project-based learning, the idea of project-based learning, when it is implemented in the field in സ്കൂൾസിൽ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ അത് ജസ്റ്റ് ഒരു ഫയൽ പ്രിപ്പറേഷൻ, ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത്, അതിൽ കുട്ടികളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് എത്രയുണ്ട്, ഡിറക്ഷൻ എത്രയുണ്ട്, ദോസ് ഓൾ മാറ്റേഴ്സ്.
So it's important to know, important to see into the way it is implemented. We generally say, I suppose you have invested some time in the concept of the time and space, right? Right. So and you're fascinated towards of those of phenomena of the time and space. Can you talk about it? എനിക്കെപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യനെക്കാട്ടും അല്ലെങ്കിൽ ഒരു ഈ ക്വസ്റ്റ്യനുകളുടെ ആൻസർ എന്താണ് സ്പേസ്, എന്താണ് ടൈം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെങ്കിൽ എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നതല്ല, നമ്മളെ മനുഷ്യരായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു ഏർജാണ് എന്നെ ഫാസിനേറ്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? മനുഷ്യർക്ക് വേണമെങ്കിൽ വീട്ട് പോയി കിടന്നുറങ്ങാം, വെറുതെ ഇരിക്കാം. പക്ഷെങ്കിൽ അവർ സ്റ്റില്ല് കൂടുതൽ ആൾക്കാരും പാഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർക്കും പണം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഫിസിക്സ് ലോകം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ഇതിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് എപ്പിസ്റ്റമോളജി, അതാണ് അതിൻ്റെ പേര്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. സംടൈംസ് മോർ ദൻ ദ ആൻസേഴ്സ്. എന്താണ് സ്പേസ്, എന്താണ് ടൈം, ഇതൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ആ ഒരു ചോദ്യം മനുഷ്യർക്ക് ചോദിക്കാൻ പറ്റുന്നതല്ലേ നമ്മളൊരു സ്പെഷ്യാലിറ്റി. നമ്മളെ ഭൂമിയിൽ കുറേ ആനിമൽസ് ഉണ്ട്, കുറേ ജീവജാലങ്ങളുണ്ട്. പക്ഷെങ്കിൽ മനുഷ്യർക്ക് മാത്രമേ ആ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് സയൻസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. Yeah, that's the base of the science, right? So once a child asked APJ, who's the first scientist? And the way he has responded was, questions are the base of any science. And children ask more questions. So the children are the first scientist. അങ്ങനെ ആൻസർ പറയുന്നത്. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് സയൻസിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ആധാരം. ഇതാണ് സയൻസ് എന്ന് പറയുന്നത് തന്നെ. കണ്ടീഷൻഡ് ആയിട്ട് എല്ലാം അതുപോലെ ചെയ്യുക എന്നുള്ളതല്ല. അതിന് നമുക്കത്ര സയൻറ്റിഫിക് പറയില്ല. So what I was trying to understand was, see, now sometimes we go beyond of the time, beyond of the space when we do engages, even in education. It's not of a very constrained with a certain period of time of engagement in school, and by 4 o'clock we'll, move away from. So your thoughts continue. So coming into the time and space when we talk about, so the concept of the time and even if you look at the concept of the time, what is time? It's a measurable converted in terms of for understanding of the people, right? So that what is your perspective on or your take on what is time? The concept of time is very simple. There is a past, there is a present, and there is a future. I think it's called eternalism. Or did I have a different? I don't remember. But time in multiple fields of physics is just a variable. നമുക്ക് എന്താ ടൈം എന്ന് കറക്റ്റായിട്ട് അറിയില്ല. റിലേറ്റിവിറ്റിയിൽ അത് സ്പേസ് ടൈം എന്ന് പറയും. പക്ഷെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ അതൊരു വേരിയബിളാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അത് നമ്മൾ റിയൽ വേൾഡ് വേരിയബിളാണ്. അതൊക്കെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ റിലേറ്റിവിറ്റിയിൽ ഇപ്പോൾ നമ്മളൊരു സാറ്റലൈറ്റ്, ഓർബിറ്റിലൊരു സാറ്റലൈറ്റ് എപ്പോൾ ഒരു സ്ഥലത്തെത്തും, അല്ലെങ്കിൽ അതൊരു സ്ഥലത്തെത്താനുള്ള ടൈം എത്രയാണ്. ഇപ്പോൾ ഒരു സ്പേസ് ക്രാഫ്റ്റ് നമ്മളെ ചന്ദ്രൻ വരെ കൊണ്ടുപോകണ വിചാരിക്കും. അപ്പം അതിൻ്റെ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ടൈം. എത്ര പ്രകാശ വർഷം എന്നൊക്കെ പല മെഷേഴ്സിലാണല്ലോ പറയുക പലയിടത്തും. അതെ അതെ, അതാണ് ടൈം എന്ന് പറഞ്ഞാൽ. ടൈമിൻ്റെ എക്സാക്ട് നമ്മൾ ടൈം ഫണ്ടമെൻ്റലി എന്താണ് നമുക്ക് ഇതുവരെ അറിയില്ല, ആണ് അതിൻ്റെ സത്യാവസ്ഥ. It's only duration what we mentioned in different terms and different measures, right? ടൈം നമ്മൾ ഓരോ ഫീൽഡ്സ് ഓഫ് സയൻസിലും ഡിഫറെൻ്റ് ആയിട്ടായിട്ട് ഉപയോഗിക്കുന്നത്. It varies. Okay. And you've been into schools. സ്കൂള് നാട്ടുമ്പുറത്ത് നല്ല നമ്മുടെ കേരള സ്കൂൾ തന്നെയാണല്ലോ ചേർത്തിയത് പാരൻസ്. അവിടെ തന്നെ പഠിച്ചത്. അതിലാണ് വ്യത്യസ്തമായ ഒരു പാത്ത് വേ ഹേബിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? വാട്ട് അക്കോർഡിംഗ് ടു യു ദ സ്കൂളിംഗ് സിസ്റ്റം സപ്പോസ് ടു ബി? വാട്ട് ഡു യു തിങ്ക് സ്കൂളിംഗ് എങ്ങനെയൊക്കെ ആവണം എന്നൊക്കെയാണ് ഹേബിൽ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഇപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ റിഫോം വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ
എനിക്ക് പേഴ്സണലി അങ്ങനെ മാറ്റം വരുത്താനുള്ളൊരു പാഷനില്ല. ഉം. ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മൂവ് ചെയ്തിട്ട് ഉം. ഹയർ എഡ്യൂക്കേഷൻ പ്രൊസ്യൂ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഉം. മേ ബി ഇൻ ദ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ സിസ്റ്റം ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ മതി. ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യാൻ മതി. ഉം. പക്ഷെങ്കിൽ ആരെങ്കിലും ഒരു മാറ്റം വരുത്തും. കാരണം ഒന്നും എപ്പോഴും ഒരേ കാര്യമായി നിൽക്കില്ലല്ലോ. കുറേ കാര്യത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനാണ് ചാൻസ്. ഓക്കെ. ഇപ്പോൾ റിസർച്ചോ പ്രോജക്റ്റോ ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ ചെയ്യുന്നത് ക്വാണ്ടം മൾട്ടിപ്ലിക്ക എന്നുള്ളൊരു പേപ്പറാണ്. ഉം. പക്ഷെങ്കിൽ അത് ഞാൻ സ്റ്റാൾ ചെയ്തിട്ട് വേറെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ എഴുതും. What is your aspiration? The direct question to you. What would you love to be or what are you aspiring to be? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഇന്ത്യയിലുള്ള യൂത്തിൻ്റെ സെയിം ആഗ്രഹമാണ്. നമ്മൾ കുറേ ആൾക്കാരുണ്ട്, വലിയ രാജ്യമാണ്, കുറേ കുറേ ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് മനുഷ്യരായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നാവണം, എവിടെയെങ്കിലും ഒന്ന് എത്തണം. അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു സയൻസ് ഫീൽഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നാവണം, എവിടെയെങ്കിലും ഒന്ന് എത്തണം. എങ്കിൽ മനുഷ്യർക്കറിയാം എപ്പോഴും അത് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമല്ലായിരിക്കും നടക്കുക. നമ്മളെ മനുഷ്യർ വിട്ട് കൊടുക്കാണ്ട് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് പറഞ്ഞാൽ ഒരു PhD അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോബൽ പ്രൈസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനാണ്. പക്ഷെങ്കിൽ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും സിനിമ സ്റ്റാർ എന്തോ ആയിപ്പോയാൽ എന്ത് ചെയ്യാനാണ്? Okay. So the pathway, you have a vague idea, right? The pathway, how career pathway is supposed to be, right? Who was scientist influenced you the most? Is there somebody, maybe a scientist or somebody, any such a figure influenced you? Their I've always thoughts, said yeah. Albert Einstein Einstein. because of his theory of relativity. But സംടൈംസ് നമ്മൾ നിന്ന് പോകും. നമുക്ക് ഐഡിയകൾ കിട്ടാത്ത സമയങ്ങളുണ്ടാവും, നമുക്ക് സംഭവം മനസ്സിലാത്ത സമയം ഉണ്ടാവും. അപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് റിച്ചർഡ് ഫൈൻമനാണ്. റിച്ചർഡ് ഫൈൻമനാണ് എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ എനിക്ക് ഇഷ്ടമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു തിയറി, പിന്നെ 2-3 കോട്ട്സ്. പക്ഷെങ്കിൽ റിച്ചർഡ് ഫൈൻമൻ എന്ന് പറഞ്ഞാൽ റോൾ മോഡലാണ്. റീഡിങ് റിച്ചർഡ് ഫൈൻമൻ ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്. അപ്പോൾ അതാണ് ആൻസർ. ഐൻസ്റ്റൈൻ ഇസ് എ ക്ലോസ് സെക്കൻഡ്. Okay, go second. I've seen your hairstyle is coming closer. The hairstyle of Einstein, is there any influence of that kind? That I was wondering. ഹൈബ്രിഡ് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ വ്യതിരിക്തമായി ചിന്തിക്കാൻ പറ്റുന്ന, നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുന്നത് കുട്ടികളൊക്കെ വ്യത്യസ്തമാണ്, വ്യത്യസ്ത രീതിയിൽ അവർക്ക് ഓണായി ചിന്തിക്കാനൊക്കെ ശേഷിയുണ്ട്. എല്ലാം പ്രിസ്ക്രൈബ് ചെയ്യേണ്ട, പ്രിസ്ക്രിപ്റ്റീവായി കൊടുത്തോളം നിർബന്ധമില്ല, ഇങ്ങനെ തന്നെ വേണമെന്നുള്ള. അപ്പോൾ ആ ഒരു ഏജൻസി എന്ന് പറയാം നമുക്ക്. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഏജൻസി ഉണ്ട്. അതിനനുസരിച്ച് വളരാനുള്ള ഒരു സാവകാശം കുട്ടികൾക്കുണ്ട്, പേസ് എന്ന് കൂടെ പറയാം. എല്ലാവരും ഒരുപോലെ അതേ സമയത്ത് തന്നെ പൂർത്തിയാക്കി കൊള്ളണമെന്നില്ല. അവരുടേതായ സാവകാശത്തിൽ പേസിൽ വളരാനും കൂടെ ഒരു അവസരം കൊടുത്തിട്ട് അത് കൊണ്ടുവരണം. അതേ സമയത്ത് നമ്മൾ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും ഓവർ എ പീരീഡ് ഓഫ് എ ഇയർ. അപ്പോൾ നമുക്ക് ഹോം സ്കൂളിൻ്റെ കോമ്പോണൻസ് ഉണ്ട്, പക്ഷേ അത് ഹോം സ്കൂൾ മാത്രമല്ല, മെയിൻ സ്ട്രീമിൻ്റെ കോമ്പോണൻ്റ് ഉണ്ട്. മെയിൻ സ്ട്രീമിൽ നിന്ന് ഒട്ടും വിട്ട് മാറുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ മെയിൻ സ്ട്രീം സ്കൂളിലേക്ക്, ഫിസിക്കൽ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോവാം എന്നീ രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത് മർക്കസ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. അതാണ് ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഹൈബലിനൊക്കെ അങ്ങനെ ഒരു സ്പേസ് വേണമെന്ന് പറഞ്ഞില്ലേ, കുട്ടികളുടെ ചോയ്സിനനുസരിച്ച് കൂടെ പഠിക്കാനൊക്കെ ഒരു അവസരം വേണമെന്നുള്ള. അപ്പോൾ അത് ഏതാനും കുട്ടികൾക്കോ അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾക്കോ ഉള്ള താല്പര്യത്തെയാണ് നമ്മളൊരു സംവിധാനമായി കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് തന്നെയുണ്ട്. ആ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമായി വളരെ കംഫർട്ടബിളായിട്ട് പഠിക്കാം എന്നുള്ള. ഓക്കെ, സോ ഐ റിയലി ലവ് ടു ഗെറ്റ് യുവർ കമൻറ്റ് ഓൺ സച്ച് ആൻഡ് സിസ്റ്റം. അങ്ങനെയുള്ളൊരു സംവിധാനത്തെ ഹേബിൽ എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം ഹേബിൽ അങ്ങനെ വഴിയിലൂടെ വന്നതുകൊണ്ട് അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ
ഇപ്പോൾ എബിയിൽ വരുന്ന സംവിധാനമില്ല. ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് GCCയിലുള്ള വിദേശത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ആക്സസ് ചെയ്യുമാറാണ് അതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്കൂളിംഗ് സംവിധാനം വേർ ദർ ആർ components ഓഫ് മെയിൻ സ്ട്രീം, ദർ ആർ components ഓഫ് ഹോം സ്കൂൾ. ഇറ്റ്സ് blended and which is called hybrid, integration of both. And there are online guided engagement and offline engagement. This is the system what we have built right now. How do you see into it, Marcus Hybrid Education? The principle you just described, that is innovative, very effective. പക്ഷേ എക്സിക്യൂഷനിലാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ചെയ്താൽ എല്ലാ കുട്ടികൾക്കും അത് ബെസ്റ്റ് ആയിരിക്കും. കാരണം ഒരു ന്യൂവാൻസ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഹൈബ്രിഡാണ്. വേണ്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകാം, അല്ലാത്ത സമയത്ത് ഹോം സ്കൂളിംഗ് ചെയ്യാം. ആ ഒരു ഐഡിയ അല്ലേ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തത്? Yep. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ന്യൂവാൻസ് ഫിക്സ് ചെയ്യും. No child, it is guided through online and they can study at home. വീട്ടിൽ അതിനുള്ള ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ഗ്യാതറിങ്സ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ വന്ന് ചേർന്ന് കൂട്ടുകൂടുക എന്നുള്ളത് വലിയ കാര്യമാണ്. സോഷ്യലൈസിങ്, ബീയിങ് ഏബിൾ ടു ബി മിംഗ്ലിംഗ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് നോളജ് ടുഗെദർ, ഹാവിങ് ഫൺ. Those are the components which are important, which are otherwise if they are single, and learning from home alone, we won't be able to, as we are social being. ഇപ്പോൾ ഒരു സാമൂഹിക ജീവി എന്നുള്ളൊരു ഒറ്റക്കിരുന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ മാത്രം പഠിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് സോഷ്യലൈസേഷനും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ബ്ലെൻഡായിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് സംവിധാനമുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. So generally in life, people fail, right? It is a common habit, and sometime if we are pampering so much by teachers or the parents, the failure will be very harmful. അല്ലേ? അതെ. ഫെയിലിയറിനെ കുറിച്ച് എങ്ങനെയാണ് ഹൈബിൽ കാണുന്നത്? ഫെയിലിയർ ആസ് എ കോൺസെപ്റ്റ് ഇസ് വെരി ക്ലിയർ ടു മീ. ഇറ്റ് വിൽ ഹാപ്പൻ ആൻഡ് വെൻ ഇറ്റ് ഡസ് you must bounce back. That's the common saying, but that is in theory. Okay. When it actually happens to you, it is extremely difficult to bounce back. നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്നതൊക്കെ എൻ്റെ 2 കാല് പോയി, പക്ഷേ ഞാൻ സ്റ്റില്ല് ഇവിടെ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എത്താൻ അവർ തരണം ചെയ്തത് വലിയൊരു പ്രോസസ്സാണ്. നമുക്കിപ്പോൾ എത്ര ചെറിയ ഫെയിലിയർ ആയാലും തിരിച്ചു വരാനുള്ളൊരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഹ്യൂജാണല്ലേ? ഞാനങ്ങനെയാണ് ഫെയിലറിനെ കാണുന്നത്. എന്നുവെച്ചാൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് വാട്ട്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഹാർഡ്. വെരി ഹാർഡ്. അപ്പോൾ ഫെയിലിയർ എത്ര ചെറിയ ഫെയിലിയർ ആവട്ടെ, ആ ഒരു സമ്പത്ത് നിന്ന് നമ്മൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ്. സോ റെസിലിയൻസ് ബിൽഡ് ചെയ്താൽ അത് സാധിക്കുകയുള്ളൂ. യെസ്. സോ റെസിലിയൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ കുഞ്ഞു ഫെയിലിയർ അനുഭവിച്ച് റെസിലിയൻ്റ് ആയി വരണം. അങ്ങനെ ഒരു ഹാബിറ്റ്, ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കില്ലായിട്ട് ബിൽഡ് കഴിഞ്ഞാൽ ദെൻ it depends on what is the depth you are falling down. And if it is very very damped and it is very difficult to come up, right? Yeah. ചില ആൾക്കാരൊക്കെ ചെറുപ്പം മുതലേ ഫെയിലിയറുകളൊന്നും ഉണ്ടാവില്ല. വലുതായിട്ടൊരു 24 വയസ്സായിട്ട് നടന്നിങ്ങനെ പോകുമ്പോൾ, ഐസ്ക്രീം പിടിച്ചിങ്ങനെ പോകുമ്പോൾ ഐസ്ക്രീം നിലത്ത് വീണാൽ ചിലപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് വരും. അതാണ് അത് റെട്ടോറിക്കായിട്ട് പറഞ്ഞ സംഭവമാണ്. പക്ഷെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വരണം, ക്യാരക്ടർ ബിൽഡ് ചെയ്യണം. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ സോഷ്യലൈസ് ചെയ്യണം. പഠനം മാത്രം കാര്യമല്ല. Socialize ചെയ്യണം. And there should be failures in different levels and you have to experience it, right? സോഷ്യലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോളില്ലേ, ഫുട്ബോൾ നമ്മൾ കളിക്കുമ്പോൾ ഡെയിലി കളിച്ച് പഠിച്ചാൽ ഔട്ട്കംസ് നമ്മൾ ക്ലോസ് ചെയ്യും. സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാം. അപ്പോൾ ഒരു ഡിഫൻഡർ നമ്മളെ മേത്തോട്ട് പെട്ടെന്ന് വരികയായിരിക്കും. ഫസ്റ്റ് ആയിട്ട് കളിക്കാൻ നമുക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ട അറിയില്ല. നമ്മൾ കളിച്ച് അവസാനം ഡിഫൻഡറിൻ്റെ അപ്പുറത്തെത്താൻ നമ്മൾ പഠിക്കും. പക്ഷേ നമ്മളൊരു 3-2 മാസം കളിക്കാണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഫീൽഡിലോട്ട് തിരിച്ചു പോയാൽ പിന്നെ നമുക്ക് ഡിഫൻഡറിൻ്റെ അപ്പുറത്തെത്താൻ പറ്റില്ല.
അങ്ങനെ തന്നെയാണ് സോഷ്യലൈസിങ്ങും. നമ്മളൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമ്മൾ ഭയങ്കര സോഷ്യലൈസ്ഡ് ആയിരിക്കും, സോഷ്യൽ ബട്ടർഫ്ലൈ ആയിരിക്കും നമ്മൾ. പക്ഷെങ്കിൽ 2-3 ദിവസം വീട്ടിലിരുന്നാൽ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയാൽ നമ്മൾ തിരിച്ച് ആ സെയിം ലെവലിലെത്തും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. Okay. Wonderful listening to you, Master Hebel. Thank you.